നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ PP ദിവ്യയുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. അന്വേഷണവുമായി സഹകരിച്ചെന്നും ജാമ്യം നൽകണമെന്നും ദിവ്യ. കലക്ടറുടെ മൊഴിയിൽ സംശയമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം. വിധി പറയുക തലശ്ശേരി സെഷൻസ് കോടതി. PP ദിവ്യക്കെതിരെ CPM നടപടി. എല്ലാ പാർട്ടി പദവികളിൽ നിന്നും ദിവ്യയെ മാറ്റാൻ ശുപാർശ. കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാന സമിതി അംഗീകരിച്ചാൽ ദിവ്യ ബ്രാഞ്ച് അംഗം മാത്രമാണ്. തിരൂർ ഡെപ്യൂട്ടി തഹസിൽദാരെ കാണാതായതിൽ അന്വേഷണം. ഡെപ്യൂട്ടി തഹസിൽദാർ ചാലിപ് PB ആണ് കാണാതായത്. ബുധനാഴ്ച വൈകിട്ട് മുതലാണ് കാണാതായിരിക്കുന്നത്. മടങ്ങിയെത്താൻ വൈകുമെന്ന് വീട്ടുകാരെ അറിയിച്ച ശേഷമാണ് കാണാതായത്. തർക്കം നിലനിൽക്കുന്ന പള്ളികൾ ഏറ്റെടുക്കണമെന്ന ഉത്തരവുകൾ നടപ്പാക്കാത്തതിൽ സർക്കാരിനെതിരെ എടുത്ത കോടതിയലക്ഷ്യ കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, മധ്യമേഖല പോലീസ് IG, ജില്ലാ കളക്ടർമാർ എന്നിവർ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി. യാക്കോബായ സഭയുടെ കൈവശമായിരുന്ന പള്ളികൾ സർക്കാർ ഏറ്റെടുത്ത് ഓർത്തഡോക്സ് പക്ഷത്തിന് കൈമാറണമെന്ന് സുപ്രീം കോടതി അടക്കം ഉത്തരവിട്ടിരുന്നു. എന്നാൽ വിശ്വാസികളുടെ ചെറുത്തുനിൽപ്പ് കാരണം ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ലെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. പെരുമ്പാവൂരിലെ പ്ലൈവുഡ് കമ്പനികൾക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി. 50ഓളം ഫാക്ടറികൾക്കെതിരെയാണ് അന്വേഷണം. വിവിധ നിയമലംഘനങ്ങൾ അന്വേഷിക്കണം. സുരക്ഷാ മാനദണ്ഡം പാലിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തണം. 1 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും ഡിവിഷൻ ബെഞ്ച്. ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് യോഗ്യമല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യാനിടയായത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് ജില്ലാ കളക്ടർ മേഘശ്രീ. കൽപ്പറ്റ MLAക്ക് പുറമെ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ ചർച്ചയിലാണ് കളക്ടർ ഇക്കാര്യം അറിയിച്ചത്. കാലാവധി ഇക്കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കളക്ടർ. ഉരുൾപൊട്ട ദുരന്ത ബാധിതർക്കായി സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ നൽകുന്ന ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നതിന് മുമ്പ് തദ്ദേശ സ്ഥാപനങ്ങൾ ഗുണമേന്മ ഉറപ്പുവരുത്തേണ്ടതാണ്. ആവശ്യമെങ്കിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ സേവനം ഉപയോഗപ്പെടുത്താം. ലഭ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ സമയബന്ധിതമായി വിതരണം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, ഇടുക്കി ജില്ലകളിൽ മണിക്കൂറിൽ 40 കിലോമീറ്ററിൽ താഴെ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ BJP അധ്യക്ഷൻ K. സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കിയ കാസർഗോഡ് സെഷൻസ് കോടതി ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സുരേന്ദ്രനടക്കം 6 പേരെ വെറുതെ വിട്ട ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നൽകിയ ഹർജിയാണ് പരിഗണിക്കുക. സാക്ഷിയായ സുന്ദരയുടെ മൊഴികളിൽ പൊരുത്തക്കേടുണ്ടെന്നും വിശ്വസനീയമല്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് കാസർഗോഡ് കോടതി K. സുരേന്ദ്രനെ അടക്കം വെറുതെ വിട്ടത്. എന്നാൽ അധികാര പരിധി ലംഘിക്കുന്ന ഉത്തരവാണ് കോടതിയിൽ നിന്നുണ്ടായതെന്നാണ് സർക്കാരിന്റെ നിലപാട്. രാഷ്ട്രീയ ആരോപണങ്ങൾ തുടരുമ്പോഴും പാലക്കാട് കള്ളപ്പണ വിവാദത്തിൽ കേസെടുക്കാതെ പോലീസ്. ആവശ്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ വാദം. ഇന്നലെ പുറത്തുവന്ന CCTV ദൃശ്യങ്ങളിലെ അസ്വാഭാവികത അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. വിവാദത്തിൽ ജില്ലാ കളക്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ റിപ്പോർട്ട് നൽകും. രാഹുൽ മാങ്കൂട്ടത്തിൽ കോഴിക്കോട് യാത്രയുടെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നതായി സൂചന. ഇന്നലെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് നീക്കം. നീല ബാഗ് കയറ്റിയ വാഹനത്തിൽ രാഹുൽ കയറിയിരുന്നില്ല. KPM ഹോട്ടലിൽ നിന്ന് രാഹുൽ പോയത് മറ്റൊരു വാഹനത്തിൽ. വടകരയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ഷാഫി പറമ്പിൽ MLAക്കെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിനുമെതിരെയും CPM BJP കൂട്ടുകെട്ട് കള്ളപ്രചരണം നടത്തുന്നുവെന്നാരോപിച്ചാണ് പ്രതിഷേധം. 5 വിളക്ക് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് തേടി കോൺഗ്രസ് ദേശീയ നേതാവ് സച്ചിൻ പൈലറ്റ് ഇന്ന് വയനാട്ടിൽ. ലോയേഴ്സ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ നടക്കുന്ന സെമിനാറിൽ സച്ചിൻ പൈലറ്റ് പങ്കെടുക്കും. വെള്ളമുണ്ടയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിലും സച്ചിൻ പൈലറ്റ് സംസാരിക്കും. പ്രിയങ്ക ഗാന്ധി ഞായറാഴ്ചയാകും വയനാട്ടിൽ എത്തുന്നത്. 11-ന് നടക്കുന്ന കലാശക്കൂട്ടിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. വയനാട്ടിൽ പ്രചാരണം ശക്തമാക്കി ഇടതുമുന്നണി. സത്യൻ മൊകേരിയുടെ വാഹന പ്രചാരണം ഇന്ന് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ. വയനാട്ടിൽ 2014 സമാനമായ സാഹചര്യമാണെന്ന് LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി. LDFും UDFും
സമനിരപ്പിലാണ്. ഇത്തവണ ജയം LDF-നൊപ്പമാകുമെന്നും സത്യൻ മുഖീൻ. വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വി മുരളീധരൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ ഇന്ന് മണ്ഡലത്തിൽ. വയനാട്ടിൽ പ്രിയങ്ക ക്യാമ്പ് ചെയ്ത് നടത്തുന്ന പ്രചാരണത്തിൽ പോലും വലിയ സ്വീകാര്യത ലഭിക്കുന്നില്ല എന്ന് നവ്യ ഹരിദാസ്. കുടുംബവാഴ്ചയാണ് പ്രധാനമെങ്കിൽ പ്രിയങ്ക നല്ല സ്ഥാനാർത്ഥിയാകുമെന്നും ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കി പരിഹരിക്കുകയാണ് വേണ്ടതെങ്കിൽ NDAക്ക് തന്നെയാണ് മേൽക്കൈയെന്നും നവ്യ. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിക്കെതിരെ വീണ്ടും പരാതി. ചികിത്സ തേടിയ 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ദേഹത്ത് ഇഞ്ചക്ഷനായി 20 തവണയിലേറെ കുത്തിയെന്ന് ബന്ധുക്കൾ ചോദ്യം ചെയ്തപ്പോൾ അപമര്യാദയായി പെരുമാറിയെന്നും അമ്മ പറയുന്നു. പരാതിയുമായി സൗത്ത് പോലീസിനെ സമീപിച്ചെങ്കിലും ആശുപത്രിയെ ന്യായീകരിക്കുന്നതായിരുന്നു സമീപനമെന്നാണ് ആക്ഷേപം. പോലീസ് കൈക്കുഞ്ഞുമായി ചികിത്സയിലിരിക്കുന്ന നിഖിതയുടെ ഫോൺ കൈക്കലാക്കിയെന്നും തർക്കമായപ്പോൾ തിരികെ നൽകിയെന്നുമാണ് ആരോപണം. മുനമ്പം സമരം ശക്തമാക്കുന്നു. ഇന്ന് കൂടുതൽ പേർ സമരപ്പന്തലിലേക്ക് എത്തും. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ സമരം നടക്കും. പാലക്കാട് രൂപത മെത്രാനും ഇന്ന് സമരക്കാർക്ക് പിന്തുണയായി എത്തും. സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്ന് 2019 ഏപ്രിലിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ജെറ്റ് എയർവേസിന്റെ തിരിച്ചുവരവിനുള്ള സാധ്യത അവസാനിച്ചു. ജെറ്റ് എയർവേസിന്റെ ആസ്തികൾ വിറ്റ് പണമാക്കാൻ SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നിവയടങ്ങിയ വായ്പദാതാക്കളുടെ കൺസോർഷ്യത്തിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. വിദേശത്ത് നിന്ന് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാൻ വ്യവസ്ഥകൾ കർശനമാക്കി ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ. ഇറക്കുമതി ദിവസം മുതൽ കുറഞ്ഞത് 6 മാസമെങ്കിലും ഉപയോഗ കാലാവധി ഉണ്ടായിരിക്കണം. ഹെക്സാക്ലോറോഫിൻ അടങ്ങിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാൻ പാടില്ല. മൃഗങ്ങളിൽ പരീക്ഷിച്ച സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പാടില്ല തുടങ്ങിയ നിബന്ധനകളാണ് പുതിയ സർക്കുലർ. കോഴിക്കോട് മുക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ചടങ്ങിൽ വിദ്യാർത്ഥികൾ തമ്മിൽ അടിച്ചു. 1ാം സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കയ്യാങ്കളിയിൽ എത്തിയത്. കലോത്സവത്തിന്റെ തുടക്കം മുതൽ തന്നെ വിധി നിർണയത്തിൽ വ്യാപക പരാതി ഉയർന്നിരുന്നു. നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂളുകളുമാണ് ട്രോഫി പങ്കിട്ടത്. നീലേശ്വരം സ്കൂൾ അധികൃതർ ട്രോഫി വാങ്ങാൻ വിസമ്മതിച്ചതോടെയാണ് പ്രശ്നത്തിന് തുടക്കമാകുന്നത്. വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ കയ്യാങ്കളി അധ്യാപകരും ഏറ്റെടുക്കുകയായിരുന്നു. ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റ് അടച്ചുപൂട്ടിയിട്ട് മാസങ്ങളായി. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കെട്ടിടം അടച്ചത്. ഇതോടെ ആദിവാസി തോട്ടം മേഖലയിൽ നിന്നുള്ളവർ വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ്. വൻതുക മുടക്കി സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിയിലാണ് നാട്ടുകാർ. പ്രശ്നത്തിൽ ആരോഗ്യവകുപ്പ് ഇടപെടണമെന്നാണ് ആവശ്യം. കൊല്ലം കുന്നിക്കോട് ചെറുകിട മലഞ്ചരക്ക് വ്യാപാരിയിൽ നിന്ന് 200 കിലോ കുരുമുളക് മോഷണം പോയി. ഉണക്കി ചാക്കുകളിലാക്കി സൂക്ഷിച്ച കുരുമുളകാണ് നഷ്ടമായത്. ഷെഡിന്റെ വാതിൽ പൊളിച്ചാണ് കവർച്ച. 1.25 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി ഉടമ അബ്ദുൾ ആരിഫ് പറഞ്ഞു. 2 ആഴ്ചയ്ക്ക് മുമ്പ് കുന്നിക്കോട് 50ഓളം കവുങ്ങുകളിൽ നിന്ന് അടയ്ക്ക നഷ്ടമായിരുന്നു. ഇതിന് പിന്നാലെയാണ് കുരുമുളക് മോഷണം. പോലീസ് അന്വേഷണം തുടങ്ങി. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വീട് കുത്തിത്തുറന്ന് മോഷണം. 40 പവൻ സ്വർണവും 1 ലക്ഷം രൂപയും നഷ്ടമായി. പാലസ് റോഡിലെ വീട്ടിലാണ് മോഷണം പോയത്. വീട്ടിൽ ആളില്ലാത്ത സമയം നോക്കിയാണ് മോഷ്ടാക്കൾ എത്തിയത്. ഇടുക്കി കട്ടപ്പന ട്രഷറിയും പരിസരവും കാട് കയറി. ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമാകുന്നു. നഗരസഭയ്ക്ക് സമീപമാണ് ട്രഷറി പ്രവർത്തിക്കുന്നത്. അടിയന്തരമായി പ്രദേശം ശുചീകരിക്കണമെന്ന് ആവശ്യമുയരുന്നുണ്ട്. ഇടുക്കി ഇരട്ടയാർ തമ്പാൻസിറ്റി കൊച്ചുകാമാക്ഷി റോഡ് പുനർനിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധം. റോഡിലെ കുഴികളിൽ വാഴ നട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷാജി മടത്തുമുറിയിൽ പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി പുളിയൻമലയിലെ മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കാത്തതിൽ പ്രതിഷേധം ശക്തം. LDF പ്രവർത്തകർ ഞായറാഴ്ച പ്രതിഷേധ സമരം നടത്തും. മാലിന്യം നീക്കുന്നതിന് കരാർ നൽകിയിട്ട് 3 മാസം പിന്നിട്ടിട്ടും നടപടിയില്ലെന്നാണ് ആരോപണം. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനോട് ചേർന്നുള്ള അറവുശാലയും മാറ്റണമെന്നാണ് ആവശ്യം. ഇടുക്കി വണ്ടിപ്പെരിയാർ വാളാടി ജംഗ്ഷനിൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നു. ദിശാ ബോർഡുകളുടെ അഭാവവും കന്നുകാലികൾ അലക്ഷ്യമായി നടക്കുന്നതുമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. മണ്ഡലകാലം ആരംഭിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം. പാലക്കാട് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തെ റോഡ് നവീകരണമെന്ന് ആവശ്യം.
കുടിവെള്ള പൈപ്പ് പൊട്ടിയതും അറ്റകുറ്റപ്പണികൾക്കായി എടുക്കുന്ന കുഴികൾ അടയ്ക്കാത്തതുമാണ് തകർച്ചയ്ക്ക് കാരണം. കുഴികളിൽ വീണ് കാൽനട യാത്രക്കാരും വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. കാഴ്ച പരിമിതിയുള്ളവർക്ക് ആളുകളെ തിരിച്ചറിയാൻ കണ്ണട നിർമ്മിച്ച് വിദ്യാർത്ഥിനികൾ. ഭാഗ്യലക്ഷ്മിയും സൽമ സിദ്ദിഖുമാണ് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ കണ്ണട നിർമ്മിച്ചത്. മുന്നിലെത്തുന്നവർ ആരാണെന്ന് സെൻസ് ചെയ്ത് അറിയിക്കുന്നതാണ് കണ്ണടയുടെ പ്രത്യേകത. അധ്യാപികയ്ക്ക് വേണ്ടിയാണ് ഇരുവരും ശബ്ദ സൗകര്യമുള്ള കണ്ണട നിർമ്മിച്ചത്. മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറയിൽ വയഡക്ട് പാലം ഒരുങ്ങി. അതിമനോഹര കാഴ്ചയ്ക്കും യാത്രയ്ക്കും വഴിയൊരുക്കുന്ന വയഡക്ട് പാലം നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. പാലം തുറക്കുന്നതോടെ വളാഞ്ചേരിയുടെ പേടി സ്വപ്നമായ വട്ടപ്പാറ വളവ് ഓർമ്മയാകും. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വയഡക്റ്റാണ് വട്ടപ്പാറയിലേത്. 2 കിലോമീറ്ററാണ് ദൂരം. തിരുവനന്തപുരം കിളിമാനൂരിൽ 3 പതിറ്റാണ്ടായി മുടങ്ങിക്കിടന്ന നെൽകൃഷി പുനരാരംഭിച്ചു. പുല്ലയിൽ വീട് പാടശേഖരത്തിലാണ് കൃഷിഭവന്റെ സഹായത്തോടെ നെൽകൃഷി ആരംഭിച്ചത്. 22 കർഷകർ സംയുക്തമായി 3 ഹെക്ടർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. കർഷകരുടെ നീണ്ടകാലത്തെ ആവശ്യത്തെ തുടർന്നാണ് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ കൃഷി പുനരാരംഭിച്ചത്. നമസ്കാരം.